വലിയ സ്വപ്നങ്ങളെ ചേസ് ചെയ്യുക, ചെറുതായിട്ട് ചിന്തിക്കാതിരിക്കുക, വലുതായിട്ട് ചിന്തിക്കുക. ചെറിയ 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 കാര്യങ്ങൾ തട്ടി തട്ടി അവിടെ ഇവിടെ നിൽക്കാതിരിക്കുക. വലിയ സ്വപ്നങ്ങൾ കാണുക. ടെക്നോളജിയൊക്കെ നമുക്ക് അറിയാൻ മേലാത്ത കാര്യങ്ങൾ പഠിക്കുക. എനിക്കത് അറിയാൻ മേലെന്ന് പറഞ്ഞ് ഇതിൽ നിന്ന് മാറി നടക്കുകയല്ല ചെയ്യേണ്ടത്. അറിയാൻ മേലാത്തത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക. കാരണം ലോകത്തിലെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാൻ മേല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഈ പ്രപഞ്ചത്തിലുള്ളതിന് 0.01% പോലും എനിക്കോ അറിയാൻ മേല. നിങ്ങൾ പല ആൾക്കാരും വേറെ മേഖലയിൽ എല്ലാവരെക്കാളും വിവരമുള്ള ആൾക്കാർ ഇതിനകത്ത് ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളൊന്നും അറിയാൻ മേല. അത് വിഷമിക്കുകയും വേണ്ട. അറിയാൻ മേലാത്ത കാര്യങ്ങൾ നമ്മൾ പഠിക്കുക. ഇനിയുള്ള കാലത്ത് നമുക്ക് ഇതിൻ്റെ സുവർണ്ണകാലങ്ങളാണ്. കാരണം എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം, ഒന്ന്, ക്രിപ്റ്റോ ലീഗലാണ്, പല ആൾക്കാർക്കും അറിയില്ല. ലോകത്തെ വലിയ വമ്പന്മാർ മുഴുവൻ ഇതിനകത്തുണ്ട്. എന്നാൽ പബ്ലിക്ക് 99% ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തതയില്ല. ഇതൊക്കെ ഓപ്പർച്യൂണിറ്റി അല്ലേ, വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. 4-5 വർഷം കഴിഞ്ഞാൽ എല്ലാവരുടെയും മൊബൈലിൽ ഇതൊക്കെ കാണും. ഈ വാലറ്റൊക്കെ ഇപ്പോൾ ഗൂഗിൾ പേ പോലെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റായി മാറും. ആ സമയത്താണ് നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ യഥാർത്ഥ റിസൾട്ട് കിട്ടാൻ പോകുന്നത്. അപ്പോൾ മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ നമ്മൾ ഉണർന്നിരുന്ന് ജോലി ചെയ്യുക. മറ്റുള്ളവർ സിനിമയ്ക്ക് പോകുന്ന സമയത്ത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. മറ്റുള്ള ആൾക്കാർ കൂട്ടുകാരുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് പോവുക. എനിക്കും ഒക്കെ ഇഷ്ടംപോലെ ആക്ടിവിറ്റികളുണ്ട്. ഇതെല്ലാം നമ്മൾ ചിലപ്പോൾ കട്ട് ഓഫ് ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ചേസ് ചെയ്ത് പോകുന്ന ആൾക്കാർ വേറെ പല സാധനങ്ങളും നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. വലിയ വളർന്നിട്ടുള്ള മുഴുവൻ ആൾക്കാരെന്ന് പറഞ്ഞാൽ സാക്രിഫൈസിൻ്റെ സ്റ്റോറിയാണ്. അവരുടെ സക്സസിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ അവർ ജീവിതത്തിൽ വേറെ ഒത്തിരി കാര്യങ്ങൾ നഷ്ടപ്പെടുത്തിയതിൻ്റെ സക്സസ്സാണ് അവർക്കുണ്ടായിട്ടുള്ളത്. ബാക്കി ടെമ്പററി ആയിട്ടുള്ള കംഫർട്ടും ടെമ്പററി ആയിട്ടുള്ള ഒരു സുഖത്തിനും ആണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ ലോങ് ടൈമുള്ള സക്സസ് നമുക്ക് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. അത് നമ്മൾ വിജയത്തിലേക്ക് പോകണമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ വിട്ടുവീഴ്ച, ഒത്തിരി സാക്രിഫൈസുകൾ ചിലപ്പം വേണ്ടി വരും. അതൊക്കെ ചെയ്യുക. നമുക്ക് ഇന്ന് വൈകുന്നേരം പ്രസൻറ്റേഷൻ ഉണ്ട്. അടുത്ത 20-ാം തീയതി നമ്മൾ മെഗാ ട്രെയിനിങ് പ്രോഗ്രാമുണ്ട്. ആരും മിസ്സാക്കരുത്. മിസ്സാക്കാതിരിക്കണം. കാരണം എല്ലാ ആൾക്കാരും നിങ്ങൾക്ക് ലൈവ് നേരിട്ട് കാണാൻ പറ്റും, അടുത്തിടപെടാൻ പറ്റും, അവരുടെ സെഷൻസ് നേരിട്ട് കാണാൻ പറ്റും. വലിയ മാറ്റം ഉണ്ടാക്കും. അതിന് ഇമ്മീഡിയറ്റായിട്ട് നമുക്ക് 2 പേരെ സ്പോൺസർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളതിൻ്റെ ക്രൈറ്റീരിയ പറഞ്ഞിട്ടുള്ളതാണ്. 30-ാം തീയതിക്കകം 2 പേരെ സ്പോൺസർ ചെയ്ത് സ്റ്റാർ ആവുക എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. പണ്ട് നാട്ടുമ്പുറങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ, ലേഡീസ്, ഭർത്താവ് മരിച്ചതിന് ശേഷം പശുവിനെ വളർത്തി ജീവിച്ചിട്ടുള്ളവരുണ്ട്. തയ്യൽ മെഷീൻ ഇട്ട് വീട്ടിലിരുന്ന് തയ്ച്ചു കൊടുത്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിലൊക്കെ നിങ്ങളുടെ നാട്ടിലൊക്കെ ആൾക്കാരില്ലേ? ഒരു പശുവിനെ വളർത്തി ജീവിക്കണമെങ്കിൽ എത്ര രൂപ വേണം? നിങ്ങൾ അന്വേഷിക്കണം. ഞാൻ പറയുന്നത് ഇതൊന്നും നമ്മളിവിടെ മാക്ലാന് കൺവിൻസ് ചെയ്യാൻ പോകില്ല. നമ്മൾ അന്വേഷിക്കണം എത്ര രൂപ ചിലവുണ്ട്. ഒരു പശുവിനെ വളർത്തണമെന്നുണ്ടെങ്കിൽ ഒരു 1,00,000 രൂപയ്ക്ക് അടുത്ത് വേണം. ഇവരിന്ന് ലാഭത്തിലാണോ? അല്ല. ഇതിലൊക്കെ എത്രയോ വീട്ടമ്മമാരുണ്ട്. അവരെയൊക്കെ വിളിച്ച് കൂട്ടിയിരുന്ന് പറഞ്ഞാൽ അവർക്ക് പോലും ഇതിനകത്ത് ഇൻകം ഉണ്ടാക്കാമെന്ന്. ആ 1,00,000 രൂപ ഇതിനകത്തിട്ട് ട്രേഡ് ചെയ്താൽ മാസം ഒരു 10,000 രൂപ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇത് അവർക്കൊന്നും കിട്ടുന്നില്ല. അതും അത്ര റിസ്ക്. പിന്നെ 4 മണി മുതൽ രാത്രി 10:30 വരെ അവർ ജോലി ചെയ്യണം. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അതേ സ്ഥാനത്ത് ഇതോ ടോട്ടൽ ഫ്ലെക്സിബിളാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ഇഷ്ടംപോലെ അവസരമുണ്ട്. നമ്മൾ ചിന്തിക്കാത്തതുകൊണ്ടാണ്. നമ്മൾ ചിന്തിക്കൂ. നാട്ടിലേക്ക് എത്രയോ ആൾക്കാർ എന്തെല്ലാം ജോലി ചെയ്ത് എന്തെല്ലാം മാത്രം കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. വേണേൽ അവരെ വിളിച്ചു കൂട്ടി ഒന്നിച്ചിരുത്തി പറഞ്ഞു കൊടുക്കൂ, ഇങ്ങനൊരു സാധനമുണ്ട്, ഞാനിത് ചെയ്യുന്നുണ്ട്, ചെയ്തുകൂടെ. ഇങ്ങനെയൊക്കെ നമ്മൾ അവസരങ്ങൾ, ഇത് നമ്മൾ സ്വന്തമായിട്ട് നടത്തുന്ന കമ്പനിയാണ്. നമ്മൾ എന്തെല്ലാം ചെയ്തതെന്ന് ആലോചിച്ച് നോക്കി. പല ആൾക്കാരും പറയാറുണ്ട്, ഞാൻ അവനോട് പറഞ്ഞു, അവൻ വേണ്ടാന്ന് പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ മാക്ലാൻ എന്ന് പറഞ്ഞ കമ്പനി നിങ്ങൾ സ്വന്തമായിട്ട് നടത്തുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്യും? എന്തും ചെയ്യും. ഇത്രയല്ലേ? അപ്പോൾ ഉടനെ അവരാണോ ഇവരോടാണോ ഈ പറഞ്ഞത്, ഇങ്ങനെയാണോ പറഞ്ഞത്, ശരിയാണോ, ഞാൻ ഇനി കുറച്ചുകൂടെ പഠിക്കട്ടെ, ഞാൻ ട്രേഡ് ചെയ്ത് വരുമാനം കണ്ടിട്ട് പറയാം, ഇങ്ങനെ വല്ലതും ചിന്തിക്കുമോ? നമ്മൾ ലോൺ എടുത്ത് നമ്മുടെ വീട് പണയപ്പെടുത്തി ഒരു ബിസിനസ്സാണ് ചെയ്യുന്നെങ്കിൽ നമ്മൾ പോയി കസ്റ്റമറെ കണ്ടെത്തും. ഇത്രയേ ഉള്ളൂ. നമുക്ക് അതില്ലാത്തതുകൊണ്ടാണ് നമുക്കിങ്ങനെ കൂളായിട്ട് പറയാൻ പറ്റുന്നത്. പോവുക, ഗോ ഔട്ട്. നമ്മൾ നെഗറ്റീവ് കേൾക്കും, നോ കേൾക്കും, ഡോണ്ട് വറി. നോ കേട്ട് നമ്മൾ തഴമ്പിക്കും. ചില ആൾക്കാർ ഫോൺ എടുത്തില്ലെന്ന് വരും, ചില ആൾക്കാർ നമ്മളെ ബ്ലോക്ക് ചെയ്തെന്ന് വരാം. ഇതൊന്നും കുഴപ്പമില്ല. ഇതിനൊക്കെ തമാശയായിട്ട് കാണുക. കാരണം നമ്മൾ പറയുന്നത് സത്യമാണ്. നമ്മൾ ഈ ഒരു $100 കൊണ്ട് അവരുടെ ജീവിതം മുഴുവൻ അടിമുടി മാറ്റിക്കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളിരിക്കുന്നത്. ഇതാണ് നമ്മൾ അവരോട് പറയുന്നത്. അവർക്കത് മനസ്സിലായില്ലെങ്കിൽ അവർ നമ്മളെ അവോയ്ഡ് ചെയ്തു, അവർ നമ്മളെ ബ്ലോക്ക് ചെയ്താൽ പോലും നമുക്ക് ചിരിക്കുക. കാരണം നാളെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും നമ്മൾ എന്താ പറഞ്ഞതെന്നുള്ള കാര്യം.